ഉള്ളൂ. ഇപ്പൊ എനിക്കതിന് പറയാൻ വാക്കുകളില്ല. കാരണം ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ ഫ്ലാറ്റ് 45,000 ആയിരുന്നു പെർ ഇയർ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ക്രൂസറും ബെൻസും അങ്ങനെയൊക്കെയായിരുന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി സൂസൻ ആന്റണി 37 വർഷം മുൻപ് UAE-യിലെത്തിയ സൂസൻ 2012 സ്വന്തം ബിസിനസ് തുടങ്ങി. 2015 3 ലക്ഷത്തോളം ദിർഹം മുടക്കി അജ്മാനിൽ ഫൈബർ ഗ്ലാസ് ഫാക്ടറി ആരംഭിച്ചു. സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരുമായി 78 പേർക്ക് ജോലി നൽകി. പക്ഷേ പലരുടെയും ചതിയിൽപ്പെട്ട് ബിസിനസ് തകർന്നു. 2018 ഫാക്ടറി പൂട്ടി. മെയിനായിട്ടും എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റാത്തതാണ്. ആഴ്ചയിലൊരിക്കൽ ഞാൻ നാട്ടിൽ പോകുമായിരുന്നു, അല്ലെ 2 ആഴ്ച കൂടുമ്പോൾ പോവും, മാസത്തിലൊരിക്കൽ പോവും. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞാനാണ് ഈ 10 വർഷമായിട്ട് അത് തന്നെ നമ്മളെ മാനസികമായിട്ട് അങ്ങ് കംപ്ലീറ്റ് തളർത്തി കളയത്തില്ലേ. നമ്മുടെ നാട് കാണാൻ പറ്റാതിരിക്കുക, അല്ലെ കുഞ്ഞിനെ കാണാൻ പറ്റാതിരിക്കുക, ബന്ധുമിത്രാദികളെ കാണാൻ പറ്റാതിരിക്കുക. അവർക്ക് കാണണമെന്ന് തോന്നിയില്ലെങ്കിലും നമുക്ക് തോന്നത്തില്ലേ ഒന്ന് കാണണമെന്ന്. എൻ്റെ പപ്പ മരിച്ചതുപോലും ഞാൻ പോയില്ല. അന്ന് ഞാനിവിടെ സ്റ്റക്കായിപ്പോയി. കേസുണ്ടായിരുന്നു 10 വർഷത്തിന് മുമ്പ് 6ാമത്തെ വയസ്സിൽ അവനെ കണ്ടത്. കെട്ടിട വാടക മാത്രം ഇന്ന് 1.5 ലക്ഷം ദിർഹം നൽകണം. തൊഴിൽ കേസുകൾ വേറെ. വിസ കാലാവധിയും കഴിഞ്ഞു. വാടക കൊടുക്കാനില്ലാത്തതിനാൽ പാസ്പോർട്ടും പണയപ്പെടുത്തി. ഇതിനിടയിലാണ് ഗ്ലൂക്കോമ വന്ന് ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായത്. 2ാമത്തെ കണ്ണിനും കാഴ്ചശേഷി കുറഞ്ഞു. പുറത്തോട്ട് പോകണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം, വീട്ടിനകത്തൊരാളുടെ ഹെൽപ്പ് വേണം, ഫുഡ് വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഫിനാൻഷ്യലി കണ്ണിന്റെ കാഴ്ചയില്ലേ നമുക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുക? സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ഒക്കത്തില്ല, വണ്ടി ഓടിക്കാനൊക്കത്തില്ല, ഭക്ഷണം വയ്ക്കാനൊക്കത്തില്ല. ഞാനൊരു ഡ്രസ്സ് തന്നെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിയും. കാരണം ഏതിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. 1 ലൈറ്റ് ഇട്ടും 2 ലൈറ്റ് ഇട്ടും പിന്നെ എൻ്റെ ഫോണിന്റെ ലൈറ്റ് ഒക്കെ എടുത്തിട്ടും കൊണ്ടാണ് ഞാൻ അതൊന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാലും ചിലപ്പോൾ മൊത്തമൊന്നും വരില്ല. ശസ്ത്രക്രിയയ്ക്കുള്ള സഹായമാണ് സൂസൻ ആന്റണിക്ക് അടിയന്തിരമായി വേണ്ടത്. കാഴ്ച തിരിച്ചു കിട്ടിയാൽ എന്തെങ്കിലും ജോലി ചെയ്ത് പട്ടിണിയില്ലാതെ ജീവിക്കാം. ഗ്ലോബൽ പ്രവാസി യൂണിയൻ പ്രവർത്തകരാണ് ഇപ്പോൾ മരുന്നും അവശ്യ സാധനങ്ങളും എത്തിക്കുന്നത്. ഏറ്റവും നെസസറി ആയിട്ട് ആവശ്യമുള്ളത് മരുന്നുകളായിരുന്നു. ആ മരുന്നുകൾ ഞങ്ങളിവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവർക്ക് ആവശ്യം ട്രീറ്റ്മെൻറ്റാണ്. ഈ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 25,000 ദിർഹംസോളം വരും വരെ കണ്ണിൻ്റെ സർജറിക്ക്. പലരിൽ നിന്നായി 10 ലക്ഷത്തോളം ദിർഹം കിട്ടാനുണ്ട് സൂസൻ ആന്റണിക്ക്. ഇതിന്റെ 1/4% കിട്ടിയാൽ പോലും കടങ്ങളെല്ലാം തീരും. പക്ഷേ പണം തിരിച്ചു ചോദിക്കാൻ രേഖകളൊന്നും ഇന്ന് കയ്യിലില്ല. ദൈദിലെ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടമായി. എനിക്ക് എൻ്റെ കുട്ടിയെ കാണാൻ അത്രയ്ക്ക്, അവനും 10-16 വയസ്സായില്ലേ. അവന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാനും പലപ്പോഴും പകച്ചു നിൽക്കുക ചെയ്യുന്നത്. എല്ലാവർക്കും കൊടുത്തില്ലേ, ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് എനിക്ക് എൻ്റേതെന്ന് പറഞ്ഞിട്ട് മമ്മി എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുന്നിൽ അമ്മ എന്ന നിലയിൽ എനിക്ക് എന്ത് മറുപടിയാണ് പറയാൻ പറ്റുന്നത്? കാഴ്ച തിരിച്ചു കിട്ടിയാൽ ജീവിതം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസമുണ്ട് സൂസൻ ആന്റണിക്ക്. അതിന് ആര് സഹായിച്ചാലും അവരുടെ സ്ഥാനം സൂസന്റെ മനസ്സിൽ ദൈവത്തിനൊപ്പമായിരിക്കും. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ഷാർജ.